അങ്ങനെ സൺസെറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ തിരിച്ച് നേരത്തെ പറഞ്ഞ പോലെ സൺറൈസ് കാണാൻ വേണ്ടി പോവാണ് മറൂണ ബീച്ചിലോട്ട്. ആ കനലിൽ നിന്നുകൊണ്ട് നന്നായി അവിടെ നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പ് വെള്ളം അങ്ങോട്ട് പോയതുകൊണ്ടല്ല, അത് കാരണം നമ്മൾ സൺറൈസ് കാണാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് വന്നത്. ഇത് നമ്മൾ മുന്നേ പോയിട്ടുള്ള ബീച്ചാണ്. അപ്പോൾ സൺറൈസിനൊക്കെ പറ്റിയ അടിപൊളി ബീച്ചാണ്. അപ്പോൾ അതിലൊരു തർക്കമില്ല, അതുകൊണ്ട് കണ്ടു പോകുന്നത്. അത്യാവശ്യം നല്ല നിലാവ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇരുട്ട് അത്ര വലിയ പ്രശ്നമായി തോന്നിയില്ലായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ ഏകദേശമൊക്കെ ടെൻ്റൊക്കെ സെറ്റാക്കി നല്ല കാറ്റുണ്ടായിരുന്നു. കുറച്ച് കല്ലും വെള്ളമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാർബിക്യൂ ഇടാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങാൻ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. രാത്രി അബൂസ്ക ഞണ്ടിനെ പിടിക്കാൻ പോലെ അവിടെയൊക്കെ ലൈറ്റ് കാണുന്നതാ മൊത്തം ഞണ്ടിനെ പിടിക്കുന്ന ആൾക്കാരാണ്. അവിടെ ഫാമിലി ഉണ്ട്, അവിടെ പോർട്ടോ ക്യാബിനുണ്ട്. രാവിലത്തെ വ്യൂ ആണ് അടിപൊളി. ആ ഒരു സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാനത്തൊരു നക്ഷത്രങ്ങൾ ഇങ്ങനെ വരിക്ക് പോകുന്നതുണ്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ച് വാൽ നക്ഷത്രം ആയിരിക്കും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ അവിടുന്ന് പോരുന്നവരെയൊക്കെ അതെന്തോ വലിയ പ്രതിഭാസമാണ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. റൂമിലെത്തിയതിൻ്റെ ശേഷം ഞാൻ വീഡിയോ ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലായത്. ഇത് ഇലൻ മാസ്കിൻ്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ആണ്. അത് പല ഭാഗങ്ങളിലായിട്ട് ഭൂമിയിൽ നമുക്കിങ്ങനെ കാണാം. അതൊരു ലൈനായിട്ടൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഡ്രോണൊക്കെ പോകുന്ന പോലെ ഒരു സ്പീഡിൽ പോന്നിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയി പോകും. അടിപൊളിയായിരുന്നു, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പാൽ നക്ഷത്രം തന്നെ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. അല്ല, നെസ്കഫെ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കണേ. എന്തായാലും കോഫി ഉണ്ടാക്കേണ്ട പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല അന്നത്തെ ദിവസം നല്ല നിലാവുണ്ടായിരുന്നു. ഞങ്ങൾ ലൈറ്റ് എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം പ്രശ്നം വന്നിട്ടില്ല. നമ്മൾ ഈ ലൈറ്റ് അടിക്കുന്നതെന്ന് വെച്ചാൽ വീഡിയോക്ക് വേണ്ടിയിട്ടാണ്. ബാക്കി മാനത്തേക്ക് നോക്കുകയാണെങ്കിൽ അത് അടിപൊളി ചന്ദ്രനാണ്. അങ്ങനെ ഒടുവിൽ വെള്ളം തെളിച്ച് വന്ന് അത് നെസ്കഫേയിലോട്ട് ഇട്ടിട്ട് നല്ല കിടിലൻ നല്ലൊരു ഈവനിങ് കോഫി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു ഹിന്ദി പാട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. നല്ല ആറ്റി നല്ല കോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു. പഞ്ചസാര അല്ലായിരുന്നു, പഞ്ചസാര എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ നെസ്കഫെ മറ്റേ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ അത് ഞങ്ങൾ വാങ്ങിയില്ലായിരുന്നു. പക്ഷേ എന്താ പറയുക, കോഫി കുടിക്കണമെങ്കിൽ അതൊരു എന്താ പറയുക പഞ്ചസാര ഇടാണ്ട് കുടിക്കണം. അത് അടിപൊളിയാണ്. അതിൻ്റെ ഒരു ഇത് നമുക്കന്ന് മനസ്സിലായി. ഇതൊക്കെ കിട്ടിയിട്ട് ആ കസേരയിലും കാലുമക്കാലും വെച്ചിട്ടൊരു കുടിക്കുന്നുണ്ട്. വേറെ എന്താ വേണ്ടത്, അടിപൊളിയായിരുന്നു. കോഫി കുടിച്ച എനർജിയിൽ പിന്നെ നേരെ പോയിട്ട് അങ്ങോട്ട് ചിക്കൻ ബാർബിക്യൂ പരിപാടികളൊക്കെ തുടങ്ങി. മസാല ഓൾറെഡി തേച്ച് വെച്ച സാധനം കൊടുത്തിട്ട് നമ്മൾ ഗ്രില്ലിൽ സെറ്റ് ചെയ്യാണ്. സെറ്റ് ചെയ്തിട്ട് കടല അവിടെ അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറ്റ് കുറവായ കാരണം എന്താ പറയുക, നമ്മളതിനിടയ്ക്ക് ഇങ്ങനെ കാറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്ലോട്ടിലുള്ള ചിക്കൻ ബാർബിക്യൂ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സോസേജ് ബാർബിക്യൂ അടിപൊളി കേട്ടോ. ഞങ്ങൾ ആദ്യമൊന്നും ഇത് അറിയില്ലായിരുന്നു. ഞങ്ങൾ പ്രാവശ്യം ബീച്ചിലോട്ട് പോയ സമയത്ത് ടീംസ് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്താണ്. അടിപൊളിയായിരുന്നു. അത് ബാർബിക്യൂ സോസേജ് മസ്റ്റ് ട്രൈ ആണ്. ഇഷ്ടമുള്ളവർക്ക് കിട്ടുക സോസേജ്, അല്ലാത്തവർക്കൊന്നും പറ്റുന്നുണ്ടാവില്ല. നമ്മളൊക്കെ സോസേജൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്ന ടീംസാണ്. കുറച്ച് റെഡിയായി വന്നപ്പോൾ നല്ല ഒലീവ് ഓയിലൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒന്നും കൂടി ഉണ്ടാക്കി ചെറുതായിട്ടൊന്ന് ഫസ്റ്റത്തെ സ്ലോട്ടൊക്കെ അടി പിടിച്ച്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചിക്കൻ്റെ അത്രയ്ക്ക് വേവില്ലാത്തതുകൊണ്ട് തന്നെ സോസേജ് നമ്മൾ നേരത്തെ എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചിക്കനും അതിൻ്റേതായ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ എടുത്ത് ഞാനപ്പോൾ തന്നെ ഒരു സോസേജ് എടുത്തിട്ട് നേരെ പോയിട്ട് ഒരു കടി അടിച്ച്. എനിക്കിങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. സോസേജ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നല്ല ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ച്. എന്താ ടേസ്റ്റിലേ, അടിപൊളിയായിരുന്നു. ആസ്വദിച്ച് കഴിച്ചു. പിന്നെ അടുത്ത സോസേജും ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് രണ്ടാമത്തെ സ്ലോട്ട് അവിടെ റെഡി ആവുന്നുണ്ട്.
റെഡിയായിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആക്കിയത്. പിന്നെ അതും പെട്ടെന്ന് റെഡിയായി. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. ഫുഡ് നമ്മൾ ഓൾറെഡി പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൽഫ് സർവീസ് ആയിരുന്നു. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ബാക്കി തന്നെ സോസേജ് പിന്നെ ഒരു ചിക്കൻ കഴിയുമ്പോൾ തന്നെ ചിക്കൻ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അത്ര കഴിക്കൊന്നുമില്ലല്ലോ. പിന്നെ നല്ല അറബിക് കുബൂസും പിന്നെ അതിൻ്റെ കൂടുതൽ നല്ല കിടിലം ബ്രെഡും ഉണ്ടായിരുന്നു. ഞാനെന്ത് ചെയ്ത് അപ്പോൾ തന്നെ ഒരു ബ്രെഡ് എടുത്തിട്ട് മയോണീസിൽ ചേർത്തിട്ടൊന്ന് ഒരു പിടി പിടിച്ച് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സോസേജ് എടുത്തിട്ട് ഒരു പിടി പിടിച്ച് അടിപൊളിയായിരുന്നു. പിന്നെ ആ മാനത്ത് ഇങ്ങനെ നിലാവുള്ള രാത്രി ഇങ്ങനെ ടെൻറ്റിൻ്റെ പുറത്തിരുന്ന് കൊണ്ട് കുറച്ച് നേരം പാട്ട് കേട്ടും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വൈബായിട്ട് ഇങ്ങനെ നിന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ സൈഡാകാൻ തുടങ്ങി. ഞങ്ങളും കുറച്ച് കഴിഞ്ഞപ്പോൾ സൈഡായി. കാരണം വെച്ചാൽ രാവിലെ നമ്മൾ സൂര്യോദയത്തിൻ്റെ സമയം നോക്കിയിട്ട് അലാറം വെച്ചിട്ട് പിന്നെ വേറെ ഒന്നും കാണാനില്ലാത്തതുകൊണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് കിടന്നു തുടങ്ങി. പിന്നെ രാവിലെ നീക്കുന്ന സമയത്ത് അലാറടിച്ച് നീക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാഴ്ച ഇങ്ങനെ പ്രഭാതം പൊട്ടി വിടരാന്നൊക്കെ പറയുമല്ലോ. പൊട്ടി വിടരാൻ വേണ്ടി ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മളെ ചുറ്റുപാടുണ്ടായിരുന്ന കുറേ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. വേറെ കുറേ പേര് ഇത് കാണാൻ വേണ്ടിയിട്ട് സുബഹിക്ക് നേരത്തെ ഒന്നിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചുറ്റുഭാഗം ഭയങ്കര തണുപ്പാണ്. കാരണം വെച്ചാൽ നമ്മൾ വിചാരിച്ചതിന് അപ്പുറത്തുള്ള തണുപ്പാണ്. ശരിക്കും ഉറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബ്ലാങ്കറ്റ് എടുത്ത കാരണം നമ്മൾ കഴിച്ചില്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മളവിടെ വിട്ടുപോയിരുന്നു. ഓ കക്കട വട വട മച്ചിയേ ഓ സിന്നേ രാവിലെ തന്നെ അവിടെ വല വിട്ടിട്ട് പിടിക്കുന്ന മീനുകളാണ്. രാത്രി വല കൊടുത്തിട്ടും രാവിലെ തന്നെ പിടിക്കും. നമ്മളെ കുടുക്ക് വല ഉണ്ടല്ലോ അവിടെ ഇട്ടിട്ടുണ്ട്. ആ കാണുന്ന അങ്ങനെ വല ഇട്ടുക. ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ കടലോടിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഇങ്ങനെ കാണാം. കുറച്ച് അങ്ങോട്ട് ദൂരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന ലൈറ്റും അവിടെയൊക്കെയാണ് നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ. ചായ ബനാറേ നിലാ വെച്ചത് കോഴിക്കളർ കയറിണ്ട്. പ്രഭാതം പൊട്ടി വിടരുകയെന്ന് പറഞ്ഞ പോലെ പൊട്ടി വിടരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. कैसे है कॉफ़ी कैसे है? वापस जिंदगी में कॉफी नहीं पीने वाला आदमी। वो नेवल का लगता है। സൂര്യ ഉദിച്ചു വന്നിട്ടുണ്ട്. അടിപൊളി ടൈം സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എത്രത്തോളം ഫോണിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നമ്മളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ അടിപൊളിയാണ്. വാട്ട് എ ബ്യൂട്ടി, വാട്ട് എ വ്യൂ. ആ സൂര്യനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക എന്ത് രസമാണ്. അടിപൊളി.
നല്ല രാത്രിക്കത്തെ ഇതെടുത്തിട്ട് ബ്രെഡിൽ വെച്ചിട്ട് കുറച്ച് മയണീസ് കൊണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. ചിക്കൻ ലെഗ് പീസ് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ രാത്രിക്കത്തെ ചിക്കനും മയണീസും കൂട്ടിയിട്ട് ഒരു സാൻഡ്വിച്ച് കൊടുത്തിട്ട് ഏകദേശം പാക്കപ്പായി. ഇതിൽ ഉച്ചി നിൽക്കുന്നുണ്ട്. ഏകദേശം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. നമ്മളുണ്ടാക്കിയ ടെൻ്റൊക്കെ കഴിച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോയി. അങ്ങനെ ഒരു ഈദ് ഹോളിഡേ കഴിഞ്ഞ് നാളെ വെച്ച് ഡ്യൂട്ടി കണ്ട് കയറണം. തൊട്ടപ്പുറത്ത് ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ആൾക്കാർ അവിടെയൊക്കെ വേസ്റ്റ് ഇട്ടിട്ട് പോയത്. തൊട്ടപ്പുറത്ത് അവിടെ ഒരു വലതീൻ്റെ ബോക്സ് രണ്ടുകൊന്നും എടുത്തിട്ടാൽ മതി. നമ്മൾ നിന്നിന സ്ഥലം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. ഒരു സാധനം ഇവിടെ ഇട്ടിട്ടോ കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ പാക്ക് ചെയ്ത് ഡംപ് ചെയ്യേണ്ട സ്ഥലത്ത് ഡംപ് ചെയ്ത് പോകും. പോകുന്ന സമയത്ത് കറക്കം മെക്കാനിക്സ് ഒരു കട്ടനും കൂടി നല്ല നിമ്പു അതേപോലെ തന്നെ മിൻ്റൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി സുലൈമാനി അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്